ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശനിമാറ്റത്തെ പറ്റിയാണ്. ശനിമാറ്റം എന്ന് പറയുമ്പോൾ ശനിയുടെ രാശിമാറ്റമല്ല, നക്ഷത്രമാറ്റമാണ്. ശനി ഇപ്പോൾ മീനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയം, മീനം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി ഭഗവാൻ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലേക്ക് സഞ്ചരിക്കുന്ന കാലത്തിൻ്റെ ആരംഭമാണ്. ജനുവരി മാസം 20-ാം തീയതി മുതൽ മെയ് മാസം 16-ാം തീയതി വരെയാണ് ശനി സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുന്നത്. ജനുവരി 20-ന് ശനി ഉത്രട്ടാതി നക്ഷത്രത്തിലേക്കുള്ള സഞ്ചാരം ആരംഭിച്ചുവെങ്കിലും ജനുവരി 28 മുതലൊക്കെയാണ് അതിൻ്റെ ഒരു പൂർണ്ണഫലം ഓരോ രാശികൾക്കും അനുഭവത്തിൽ വരുന്നത്. ഒരു 5 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ ഒരു ശനി സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ പൂർണ്ണ ബലത്തോടുകൂടി സഞ്ചരിക്കുന്ന സമയം അപ്രതീക്ഷിതമായ യോഗഫലങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, ജീവിതത്തിലെ മാറ്റങ്ങൾ, സ്ഥിരതകൾ ഇതൊക്കെ ലഭിക്കുകയും ചെയ്യും. ഈ ഒരു സമയത്തെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിക്കുക. നിങ്ങൾക്കാർക്കെങ്കിലും ഇപ്പോൾ ശനി മഹാദശ നടക്കുന്നവരുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ ശനിയുടെ അപഹാരമാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയുവാൻ ശ്രമിക്കുക. അവരവരുടെ സ്വന്തം ജനന ജാതകത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. പലരും യൂട്യൂബിലും മറ്റും വരെ രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ്, അങ്ങനെയല്ല മുന്നോട്ട് പോകേണ്ടത് എന്ന് മനസ്സിലാക്കുക. ശനിയുടെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലുള്ള ഈ ഒരു സഞ്ചാര കാലഘട്ടത്ത് മെയ് 16 വരെ ഈ ഒരു 5 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകും. ജീവിതത്തിൽ സ്ഥിരത വരും. അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, നേട്ടങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമുക്കിനി ഏതൊക്കെ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്കാണ് ഈ ഒരു ഗുണാനുഭവങ്ങൾ, യോഗഫലങ്ങൾ, അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. ആദ്യം ഇടവം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു ശനിയുടെ ഉത്രട്ടാതിയിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങളാണ് നൽകുന്നത്. കാരണം ശനി എന്ന് പറയുന്ന ഗ്രഹം തന്നെ സ്ഥിരതയുള്ള ഒരു ഗ്രഹമാണ്, സ്ഥിരതയുടെ പര്യായമാണ്. പ്രപഞ്ചത്തിൻ്റെ ആയുൾകാരകനും കർമ്മകാരകനുമായ ഗ്രഹം നിങ്ങൾക്ക് 11-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ശനി സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ശനി കൂടുതൽ പൂർണ്ണ ബലവാനാകുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം ഇടവം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. ഭാഗ്യമെന്ന് പറയുന്നത് ഇടവം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ ശനി നിങ്ങളെ സംബന്ധിച്ച് കർമ്മത്തിൻ്റെ, നിങ്ങളുടെ ജീവനസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവുമാണ്. ഇടവം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ ഇപ്പോൾ അവരവർ ചെയ്യുന്ന ജോലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ അനുഭവിക്കുന്നത്, അതിനൊക്കെ പൂർണ്ണമായ മാറ്റങ്ങളാണ് ഇനി മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ജോലി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു മാറ്റം, ഒരു ഉയർച്ച ഒക്കെ ലഭിക്കുന്ന സമയം, ഒരുപാട് കാലങ്ങളായി ലഭിക്കാതിരുന്ന നല്ല നല്ല മാറ്റങ്ങൾ അവരവരുടെ ജോലിയിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. നിങ്ങൾ കുറച്ച് നാളുകളായി പരിശ്രമിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥാനമാറ്റമോ പദവി മാറ്റമോ ഒക്കെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഇടവം രാശിയിൽപ്പെട്ട പലർക്കും ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അങ്ങനെയുള്ള ഒരു സർക്കാർ സർവീസിൽ ഗവൺമെൻറ് ജോലി ഒക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ്. സ്വന്തമായി തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചും അതിലുണ്ടായിരുന്ന കഷ്ടനഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ വിട്ടുമാറുക. നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ കർമ്മത്തിൽ, ബിസിനസ്, തൊഴിൽ മേഖലയിലൊക്കെ നല്ല സാമ്പത്തിക ഉയർച്ച ലഭിക്കുക. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നിന്നോ ഒക്കെ മറ്റൊരിടത്തേക്ക് ഒരു ജോലിക്ക് ശ്രമിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ സമയം വളരെ വളരെ അനുകൂലമാണ്. ധൈര്യമായി മുന്നോട്ട് പോകാം. കർമ്മസംബന്ധമായിട്ട് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, മാറ്റങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ച് വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിലൊക്കെ ഒരു മാറ്റമുണ്ടായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥിരതയുള്ള ജോലിയിലൊക്കെ പ്രവേശിക്കാൻ സാധിക്കുന്ന കാലഘട്ടമാണ്. കർമ്മം സംബന്ധിച്ചിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. പലരെയും സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ പാർട്ട്ണർഷിപ്പിലൊക്കെ ഒരു പുതിയ ബിസിനസ്, തൊഴിൽ സംരംഭങ്ങൾ ചെറുതോ വലുതോ ആയിട്ടുള്ളതൊക്കെ ആരംഭിക്കുവാനും ഈ ഒരു കാലഘട്ടത്തിൽ സാധിക്കും.
അതുപോലെ പ്രധാനമായിട്ട് പറയേണ്ടത്, നിങ്ങളുടെ കൈകളിലേക്ക് ധാരാളം പണം വരുന്ന ഒരു അനുഭവം ഉണ്ടാകും. പലരെയും സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി പരിശ്രമിച്ച് വന്ന പല കാര്യങ്ങൾ, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലഘട്ടങ്ങളായി ഇറങ്ങിത്തിരിച്ചിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് നിങ്ങൾക്കത് പൂർത്തീകരിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം ഉണ്ടാകുന്ന സമയമാണ്. കഴിഞ്ഞ സമയമൊക്കെ നോക്കുമ്പോൾ പലർക്കും അപ്രതീക്ഷിച്ച ധനവരുമാനമോ നേട്ടങ്ങളോ സമ്പാദ്യമോ ഒക്കെ ഇല്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈകളിലേക്ക് ധാരാളം പണം വരിക, അനാവശ്യ പാഴ്ചെലവുകൾ വിട്ടുമാറുക, നിങ്ങൾക്കും ഒരു സമ്പാദ്യം ഉണ്ടാകുന്ന സമയം. ഒരു 10% പരിശ്രമിച്ചാൽ 100% ഗുണം ലഭിക്കുന്ന ഒരു കാലത്തിൻ്റെ ആരംഭമാണ്. ശനിയെന്ന് പറയുന്നത് കർമ്മത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹം കൂടാണ്. അതുപോലെ തന്നെ ഇരുമ്പ്, ഉരുക്ക്, സ്റ്റീൽ ഇതൊക്കെ സംബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന വ്യക്തികൾ, അതായത് അങ്ങനെയുള്ള എന്തെങ്കിലും ബിസിനസ്, തൊഴിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരോ ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയൽ മേഖല എന്ന് പറയും, ഇതിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നേട്ടങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു ചേരുകയും ആ രീതിയിലുള്ള പുതിയ ബിസിനസ്സോ തൊഴിൽ സംരംഭങ്ങളോ ഒക്കെ ആരംഭിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഉത്തമമായ ഒരു കാലഘട്ടത്തിൻ്റെ സമയത്തിൻ്റെ ആരംഭമാണ്. പൊതുവെ ഈ ഒരു ശനിയുടെ സ്ഥിതി മെയ് 16 വരെയുള്ളൊരു കാലഘട്ടം തീർച്ചയായിട്ടും കർമ്മസംബന്ധമായ അത്രയും വലിയ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ നൽകും. അതുപോലെ ചില വ്യക്തികൾക്ക് ഈ കാലഘട്ടത്തിൽ വണ്ടി വാഹന യോഗങ്ങളോ ഭൂമി യോഗമോ ഗൃഹത്തിനുള്ള യോഗമോ ഒക്കെ വന്നു ചേരുകയും ചെയ്യും. ശനി സ്ഥിരതയുള്ള ഗ്രഹമായതുകൊണ്ട് ഈ ഒരു സമയത്ത് ലഭിക്കുന്നതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരതയോടുകൂടി നിലനിൽക്കുകയും ചെയ്യും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയങ്ങൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നേട്ടങ്ങൾ ലഭിക്കും. ആദ്യം പറഞ്ഞ പ്രകാരം പലർക്കും അത് പലതരത്തിലായിരിക്കും ആ ഒരു ഭാഗ്യം, നന്മകൾ വന്നു ചേരുക. തീർച്ചയായിട്ടും ചെയ്യുന്ന ജോലി, തൊഴിലിൽ അങ്ങേയറ്റം വളരെ മുന്നേറ്റം, അതുമൂലം ധാരാളം ധനവരവ്, അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, സമ്പാദ്യം, സാമ്പത്തിക സ്ഥിതി ഉയരുന്ന അനുഭവമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കും. ആഗ്രഹമുണ്ടെങ്കിൽ അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ സ്വന്തം ജനന ജാതകം കൂടി ഈ സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകൂ, ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ള സഞ്ചാരം എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന സമയം, പ്രത്യേകിച്ച് ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ശനി പൂർണ്ണ ബലവാനാകുന്നു. ഭാഗ്യസ്ഥാനത്തുള്ള ഈ ഒരു ശനിയുടെ സഞ്ചാരം, പ്രത്യേകിച്ച് ഭാഗ്യസ്ഥാനമെന്നുള്ളത് മീനം രാശിയായിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. വ്യാഴത്തിൻ്റെ രാശിയിലും ശനി സഞ്ചരിക്കുന്നു, ശനിയുടെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ. ഈ ഒരു സമയം പ്രധാനമായിട്ടും കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകളാണ് വന്നു ചേരുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ചിലപ്പോൾ ചില വ്യക്തികളെ സംബന്ധിച്ചിട്ടൊക്കെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് കരുതാത്ത ചില തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ അനുഭവത്തിൽ വന്നവരുണ്ടാകാം. അപ്പോൾ അതിലൊക്കെ ഒരു നല്ല ഒരു മാറ്റമുണ്ടായി. ശനി സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ ശനി പൂർണ്ണ ബലവാനാകുന്നതിനാൽ ധാരാളം ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ഈ രീതിയിൽ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന സമയമാണ്. അതിനുവേണ്ടിയുള്ള ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ചിലവുകളൊക്കെ വിട്ടുമാറുകയും ചെയ്യും. ശരീരത്തിനും മനസ്സിനും നിങ്ങൾക്ക് സന്തോഷം, സുഖം ലഭിക്കുന്ന കാലഘട്ടം. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനപരമായ നേട്ടം, മുന്നേറ്റം വന്നു ചേരും. നിങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അതിലൊക്കെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റമുണ്ടായി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന ഒരു സമയം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക, നിങ്ങളുടെ ബാധ്യതകളെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ഒരുപാട് കാലങ്ങളായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പലരും പലതരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരായിരിക്കും. ചിലർ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവർക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ, കടബാധ്യതകൾ, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ, കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളോ കർമ്മസംബന്ധമായ ബുദ്ധിമുട്ടുകളോ എന്തുമായിക്കൊള്ളട്ടെ അതിനൊക്കെ മാറ്റമുണ്ടാകുന്ന സമയമാണ്. ശനി പ്രപഞ്ചത്തിൻ്റെ കർമ്മത്തെ കുറിക്കുന്ന ഗ്രഹം കൂടായതുകൊണ്ട് കർക്കിടകം രാശിയിൽപ്പെട്ട ഏതൊരു വ്യക്തിയാണോ അവരവർ ചെയ്യുന്ന ജോലി, കർമ്മം, ആ തൊഴിൽ മൂലം ഒരു മാനസിക ബുദ്ധിമുട്ടോ
ബുദ്ധിമുട്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടോ മറ്റ് പ്രയാസങ്ങളോ അനുഭവിക്കുന്നത്, അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മെച്ചപ്പെടുന്ന ഒരു സമയമാണ്. അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഏതെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ സുഖം സമാധാനം ലഭിക്കും. ജീവിത പങ്കാളിയെ കൊണ്ട് അപ്രതീക്ഷിതമായ ഗുണങ്ങൾ നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. വിവാഹ മോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾക്കതൊക്കെ പറഞ്ഞ് പരിഹരിച്ച് നല്ല രീതിയിൽ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ, ജോലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് രണ്ടുപേരും രണ്ടിടത്തായിട്ട് കഴിയുന്ന ഒരു ദമ്പതികളാണെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഒരവസരവും ഈ ഒരു കാലഘട്ടത്ത് അനുഭവത്തിൽ വരികയും ചെയ്യും. അതുപോലെ വിവാഹ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഈ ഒരു സമയത്ത് വിട്ടുമാറുകയും അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം, ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയമാണ്. എടുത്തു പറയേണ്ട ഒന്ന്, കർക്കിടകം രാശിയിൽപ്പെട്ട ഏതൊരു വ്യക്തിയാണോ ഒരു പുനർവിവാഹത്തിന് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്നത്, അങ്ങനെയുള്ളവർക്കും സമയം വളരെ അനുകൂലമാണ്. പൊതുവെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആ ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ള സഞ്ചാരം അത്രമേൽ നിങ്ങൾക്ക് ഗുണപ്രദമായിട്ട് ലഭിക്കും എന്നുള്ളതാണ്. പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ കൂടിയും അതിനൊക്കെ ഒരു മാറ്റമാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വന്നു ചേരുന്നത്. മെയ് 16 വരെയുള്ളൊരു സമയത്തേക്കാണ് ഈ ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ള സഞ്ചാരമെങ്കിലും ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ ഉണ്ടാകുവാൻ, ഒരു നല്ല മാറ്റം ലഭിക്കുവാൻ ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് വളരെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് കർക്കിടകം രാശിയിൽ വരുന്ന കുടുംബ സ്ത്രീകളെ സംബന്ധിച്ചിട്ടൊക്കെ അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും സംഭവിക്കുന്ന സമയം. കർക്കിടകം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചും സമയം വളരെ അനുകൂലമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാവുന്നതാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ള സഞ്ചാരം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകർക്ക് വളരെ അനുകൂലമാണ്. നിങ്ങളെ ഓരോരുത്തരെയും സംബന്ധിച്ച് ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ശനി നിങ്ങളെ സംബന്ധിച്ച് പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ഈശ്വരാനുഗ്രഹം നൽകുന്ന ഗ്രഹം കൂടെ ആയതിനാലും പൂർണ്ണ ശുഭനായതുകൊണ്ടും ഈ ഒരു സമയമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നേട്ടങ്ങൾ, മാറ്റങ്ങൾ ഒക്കെ അനുഭവത്തിൽ വരുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും മാറ്റമുണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം പണം നിങ്ങൾക്ക് ലഭിക്കാനുണ്ട്, നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരെയെങ്കിലും പണമോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ കൊടുത്ത് സഹായിച്ചിട്ടുള്ളവരാണെങ്കിൽ, അത് നിങ്ങളുടെ ആവശ്യത്തിന് ലഭിക്കാതെ വിഷമിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ കൊടുത്തത് ഒക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾ ചെയ്ത നന്മകളുടെ, നല്ല കർമ്മങ്ങളുടെ ഫലം, അതുപോലെ നിങ്ങൾ കൊടുത്ത പണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ച് ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനുള്ളൊരു വഴി നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും. പുതിയ അവസരങ്ങൾ ഈ ഒരു സമയത്ത് വന്നു ചേരുകയും അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ലഭിക്കും. ഒരിക്കലും ഒരു മാറ്റം ഉണ്ടാകില്ല, അല്ലെങ്കിൽ ജീവിതം ഒരിടത്ത് നമ്മൾ പറയാറില്ലേ, വളരെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നു, മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്നവരാണെങ്കിൽ അതിലൊക്കെ ഒരു മാറ്റമുണ്ടായി നിങ്ങളുടെ മുൻപിലും ഈശ്വരൻ ഒരു പുതിയ വഴി തുറന്ന് നിങ്ങൾക്കതിലൂടെ സഞ്ചരിച്ച് നിങ്ങളുടെ ജീവിതത്തെ നല്ല നിലയെത്തിക്കുവാനും, കടബാധ്യതകളോ രോഗദുരിതങ്ങളോ ശത്രുതകളോ കേസ് വഴക്കുകളോ ഇങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്കും ഒരു മനസ്സമാധാനം, സുഖം, സന്തോഷമൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരും. യാതൊരു സംശയവുമില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ, നന്മകളായിരിക്കും ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഈ ഒരു സമയത്ത് ശനി നിങ്ങൾക്ക് നൽകുന്നതും. ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു നല്ല മാറ്റമാണ് ലഭിക്കുന്നത്. ആരോഗ്യപരമായ മുന്നേറ്റം ലഭിക്കും. സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. മാതാവ് അല്ലെങ്കിൽ മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണഫലം തുലാം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. അതുപോലെ ഗൃഹം സംബന്ധിച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അതായത് കുറേ അധികം കാലമായി ഒരു സ്വന്തമായൊരു വീട് എന്ന് ആഗ്രഹമുള്ളവരെ സംബന്ധിച്ച് അതിനൊരു വഴി ഈശ്വരൻ നൽകുന്ന സമയം. അതുപോലെ ഇപ്പോൾ താമസിക്കുന്ന ഗൃഹം, ആ വീട് ഒന്ന് പുതുക്കി പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് ഈശ്വരൻ
നല്ലൊരു അവസരം നൽകുന്ന സമയം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു പുതിയൊരു വീട് നിർമ്മാണത്തിന് ഇറങ്ങി തിരിച്ച് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല, പലതരത്തിലുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ പുനരാരംഭിച്ച് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം നടത്താൻ വരെയുള്ള യോഗം ഈ ഒരു സമയത്തുള്ളിൽ വന്നു ചേരും. അതിനുള്ള ധനം, ആ പണം ഒക്കെ ലഭിക്കുക, മറ്റ് പ്രയാസങ്ങൾ, പ്രതിസന്ധികളൊക്കെ വിട്ടുമാറുകയും ചെയ്യും. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ടി അപ്രതീക്ഷിതമായിട്ട് പല നല്ല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഉയർ വിദ്യാഭ്യാസത്തിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക, ഉപരിപഠനത്തിനോ വിദേശ പഠനത്തിനോ ഒക്കെയുള്ള ഒരു പല നന്മകളും മാതാപിതാക്കളായ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന സമയം. അതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം നടക്കുന്ന സമയം, അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്ന സമയം, ഇങ്ങനെയുള്ള പല നന്മകളും അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ പല മംഗളകാര്യങ്ങളുമൊക്കെ ഈ ഒരു സമയത്ത് ഈശ്വര അനുഗ്രഹത്താൽ നടക്കുന്ന ഒരു സമയമാണ്. അവരവരുടെ കുട്ടികളെ കൊണ്ട് തുലാം രാശിക്കാരായ മാതാപിതാക്കൾക്കും മനസ്സിന് ഒരുപാട് സമാധാനം, സന്തോഷം നൽകുന്ന അനുഭവങ്ങളൊക്കെ വന്നു ചേരുകയും ചെയ്യും. ഈ ഒരു കാലഘട്ടം മെയ് 16 വരെയുള്ള ഒരു സമയമാണെങ്കിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ, നേട്ടങ്ങൾ വന്നു ചേരും. മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന് ഒരു നല്ല അടിത്തറ നൽകുന്ന തരത്തിൽ ഒരു നല്ല മാറ്റങ്ങൾ ഈ ഒരു സമയത്ത് ലഭിക്കുകയും ചെയ്യും. അവരവരുടെ മാതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യത്തിലൊക്കെ ഒരു നല്ല മാറ്റവും ഈ സമയത്ത് അനുഭവത്തിൽ വരും. പ്രത്യേകിച്ചും തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ കുറച്ച് മാസങ്ങൾ അപ്രതീക്ഷിതമായിട്ടുള്ള പല മാറ്റങ്ങളും നേട്ടങ്ങളും ലഭിക്കും. അതുമൂലം ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്ത് നിങ്ങൾക്കതൊരു അടിത്തറ ലഭിക്കുന്ന രീതിയിലായിരിക്കും ഓരോ ഫലങ്ങളും അനുഭവത്തിൽ വരിക. ശനി പ്രപഞ്ചത്തിൻ്റെ കർമ്മത്തെ കുറിക്കുന്ന ഗ്രഹമായതുകൊണ്ട് അവരുടെ ജോലി, കർമ്മം സംബന്ധിച്ചും നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളും ഗുണഫലങ്ങളുമൊക്കെ ഈ ഒരു സമയത്ത് ലഭിക്കും. ഈശ്വരാധീനം ധാരാളം ഉണ്ടാകും. പലരെയും സംബന്ധിച്ച് പലതരത്തിലുള്ള പൂജാ വഴിപാടുകളൊക്കെ, ക്ഷേത്രങ്ങളിലുമൊക്കെ പൂജകൾ, വഴിപാടുകളൊക്കെ നടത്തുവാനുള്ളൊരു ഈശ്വരാനുഗ്രഹം, ഭാഗ്യം വന്നു ചേരും. അതുപോലെ പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ, ആ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം അനുഭവത്തിൽ വരും. ഇങ്ങനെയുള്ള പല നേട്ടങ്ങളും ഈ ഒരു സമയത്ത് പലർക്കും അനുഭവത്തിൽ വരും. ഒരുപാട് കാലങ്ങളായി ജീവിതത്തിൽ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകൾക്കും പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരമായിട്ട് അതിനുവേണ്ടിയൊരു പൂജകൾ, ഒരു വഴിപാടുകൾ ഒക്കെ നടത്തുന്നതിനുള്ളൊരു സമയവും അതുമൂലം ഈശ്വരാനുഗ്രഹം ലഭിക്കുകയും ഒക്കെ നിങ്ങൾ തുലാം രാശിക്കാർക്ക് അങ്ങനെ ഒരുപാട് നന്മകൾ വന്നു ചേരും. ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ ബുദ്ധിമുട്ടുകളും വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും സാധിക്കും. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം, ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ ഈ ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലുള്ള സഞ്ചാരം നിങ്ങൾക്ക് ഉത്തമമാണ്. ശനി നിങ്ങൾക്ക് പൂർവപുണ്യ സ്ഥാനത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ശനിയുടെ തന്നെ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന കാലം നിങ്ങൾ വൃശ്ചികം രാശിക്കാർക്ക് ആദ്യം അനുഭവത്തിൽ വരുന്നത് ഒരു മനസ്സമാധാനമാണ് എന്നുള്ളതാണ്. മനസ്സിനെ അലട്ടിയിരുന്ന, മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന, മനസ്സിനെ വിഷമിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ സമയത്ത് വിട്ടുമാറുകയും നിങ്ങളുടെ മനസ്സിന് അത്രമേൽ ഒരു സമാധാനം, ഒരു സുഖം ലഭിക്കുക, മനസ്സിന് സന്തോഷം നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുക, നല്ലൊരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങളുണ്ടായി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് പല നന്മകളും നേട്ടങ്ങളുമൊക്കെ ശനി തന്നെ നൽകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ മനസ്സിനെ, വൃശ്ചികം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഓരോരുത്തരും ഓരോ തരത്തിലുള്ള മനോവേദനകളിൽ കൂടെ കടന്നു പോകുന്നവർ ധാരാളമുണ്ട്. അത് എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സിനും ഒരു സമാധാനം ലഭിക്കുന്ന കാലഘട്ടമാണ്. ജീവിത വിജയത്തിനായിട്ട്, ജീവിത മുന്നേറ്റത്തിനായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ഈ ഒരു സമയത്ത് സംഭവിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ള നന്മകൾ, നേട്ടങ്ങൾ ലഭിക്കും. മനസ്സിനും ശരീരത്തിനും സുഖം, സമാധാനം വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ്, പണം സംബന്ധിച്ചിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുക. അപ്രതീക്ഷിതമായി കൈകളിലേക്ക് ഒരു പണം വന്നു ചേരുന്ന ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്യും ഈ ഒരു കാലഘട്ടത്തിൽ. പ്രധാനമായിട്ടും പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ പൂർവിക വഴിയിൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ പല നന്മകളും ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമിയോ മറ്റു സ്വത്തുവകകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലഭിക്കുന്ന സമയം. അതുപോലെ പലരെയും സംബന്ധിച്ച് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ വിട്ടുമാറുന്ന കാലം. ഒരു ഭൂമി വിൽക്കുവാനായിട്ടുണ്ട്,
അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണം, അല്ലെങ്കിൽ കടബാധ്യതകൾ പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു ഭൂമി വിൽപ്പനയ്ക്കൊക്കെ ഇറങ്ങി തിരിച്ചിട്ട് അതിനൊരുപാട് തടസ്സങ്ങൾ നേരിട്ടവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയം മുതൽ നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ വിട്ടുമാറി ആ ഭൂമി വിൽക്കാൻ സാധിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയുക, ഇതൊക്കെ ഈ ഒരു സമയത്ത് സംഭവിക്കും. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഭൂമി യോഗവുമുണ്ട്. സ്വന്തമായി ഭൂമി ഗൃഹം എന്ന ആഗ്രഹമുള്ള വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് അതിനുള്ളൊരു ഭാഗ്യവും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. പൊതുവെ ഈ ഒരു സമയം വൃശ്ചികം രാശിക്കാർക്ക് വളരെ വളരെ ഉത്തമമാണ്. സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു നേട്ടങ്ങൾ, നന്മകൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ആരംഭം കൂടിയാണിത്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ നിലനിൽക്കുന്ന വ്യക്തികൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിലനിൽക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ ഈ കാലഘട്ടങ്ങളിൽ വിട്ടുമാറും. നിങ്ങളുടെ കൂടപ്പിറപ്പുകളുമായി, സഹോദരങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുവാനുള്ളൊരവസരം ഈശ്വരൻ നിങ്ങൾക്ക് നൽകും. പല തെറ്റിദ്ധാരണകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് ആ ബന്ധം നല്ല ദൃഢമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം വന്നു ചേരും. മുതിർന്ന സഹോദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ, നന്മകൾ ഒക്കെ ഈ ഒരു സമയത്ത് ലഭിക്കുകയും ചെയ്യും. വൃശ്ചികം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് മാനസികമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല വേദനകൾക്കും ഒരാശ്വാസമാണ്. അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകും. നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു നല്ല മാറ്റം നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം അനുഭവത്തിൽ വരികയും ചെയ്യും. ദാമ്പത്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ദമ്പതികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് കുടുംബത്തിലൊരു സമാധാനം, സന്തോഷമൊക്കെ ഈശ്വരൻ നൽകുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് എല്ലാ തരത്തിലും നല്ല മാറ്റങ്ങളുണ്ടാകും. ശനി പൊതുവെ പ്രപഞ്ചത്തിൻ്റെ കർമ്മത്തെ കുറിക്കുന്ന കർമ്മകാരകനായ ഗ്രഹമായതുകൊണ്ട് വൃശ്ചികം രാശിയിൽപ്പെട്ട ഏതൊക്കെ വ്യക്തികളാണോ അവരവർ ചെയ്യുന്ന ജോലി, തൊഴിൽ സംബന്ധിച്ച പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിലൊക്കെ നല്ല മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും നിങ്ങൾ ചെയ്യുന്ന ജോലി, കർമ്മം എന്താണോ അതുമൂലം നിങ്ങൾക്ക് മനസ്സിന് തന്നെ ഒരു സമാധാനം, സുഖം ലഭിക്കുക, ആ കർമ്മത്തിൽ കൂടെ ധാരാളം ധനവരവ്, പണവരവ് വന്നു ചേരുക, പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കുക, അങ്ങനെ കർമ്മസംബന്ധമായിട്ടും ഏറ്റവും അധികം ഉയർച്ച ലഭിക്കുന്ന ഒരു സമയമാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തൂ. മെയ് 16 വരെയുള്ള കുറച്ച് മാസങ്ങളാണ് ഉള്ളതെങ്കിലും ഇത്രയും കാലം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിന് അടിത്തറ ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും. പലതരത്തിലുള്ള ഒരു നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. അത് വളരെ ഉത്തമമാണ്. കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ വൃശ്ചികം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഗുണാനുഭവങ്ങളും നന്മകളും ശനി നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് സമയം വളരെ ഉത്തമമാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ച് ശനി നിങ്ങളുടെ രാശിയുടെ അധിപനാണ്. ശനി 3-ാം ഭാവമായ മുന്നേറ്റ സ്ഥാനത്ത് സഞ്ചരിക്കുന്നു. ശനിയുടെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ സഞ്ചരിക്കുന്ന സമയത്തോടുകൂടി മകരം രാശിക്കാരുടെ ജീവിതത്തിലും അത്ഭുതകരമായ ചില മാറ്റങ്ങൾ, നന്മകൾ അനുഭവത്തിൽ വരും. നിങ്ങളെ ഓരോരുത്തരെയും സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയമാണ്. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് പലതരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും ജീവിതത്തിലുള്ളത്. അതൊക്കെ നിറവേറുവാനായിട്ടുള്ള ഒരവസരം ഈശ്വരൻ നിങ്ങൾക്ക് നൽകും. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പരിശ്രമിച്ച് വന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയിരിക്കുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അവരവരുടെ കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പലരെയും സംബന്ധിച്ച് ഈയൊരു സമയം നിങ്ങളുടെ കുടുംബത്തിൽ വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ നടക്കാം. ഗൃഹപ്രവേശം, അതുപോലുള്ള മംഗളകാര്യങ്ങൾ, സന്താന ഭാഗ്യം, ഇങ്ങനെയുള്ള പല നന്മകളും അവരുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. അതുപോലെ തന്നെ പ്രധാനമായും ശനി പ്രപഞ്ചത്തിൻ്റെ കർമ്മകാരകനായതുകൊണ്ടും നിങ്ങളുടെ രാശിയുടെ അധിപൻ പൂർണ്ണ ശുഭനായതുകൊണ്ടും നിങ്ങളെ സംബന്ധിച്ചൊരു വിദേശ ജോലിക്കൊക്കെ ഈ ഒരു സമയത്ത് ശ്രമിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ അനുഭവത്തിൽ വരും. അതുപോലെ വിദേശത്തൊരു ജോലിക്ക് ചെന്നിട്ട് നിങ്ങളുടെ ആ പ്രതീക്ഷയ്ക്കനുസരിച്ചൊരു ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും. ഈ ഒരു സമയത്ത് ഒരു ജോലി മാറ്റത്തിന് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നൊരു മാറ്റം ആവശ്യമാണ്.
എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾക്കും, അതുപോലെ പുതിയൊരു തൊഴിൽ ഒരു ചെറിയ രീതിയിലാണെങ്കിലും ഒരു ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സമയം വളരെ അനുകൂലമാണ്. അതിനൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് 100% നല്ല രീതിയിൽ അനുഭവത്തിൽ വരുന്ന സമയവുമാണ്. അപ്പോൾ ശനിയെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്ത് ശനി നിങ്ങൾക്ക് നൽകുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന തരത്തിലായിരിക്കും. അതുപോലെ തന്നെ ശനി ദശ നടക്കുന്ന വ്യക്തികൾ മകരം രാശിയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശനിയുടെ അപഹാരം നടക്കുന്ന വ്യക്തികളുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് സമയം വളരെ അനുകൂലമാണ്. അതുപോലെ എടുത്തു പറയേണ്ടത് സ്റ്റീൽ, ആ ഒരു ഉരുക്ക്, സ്റ്റീല്, ഇൻഡസ്ട്രിയൽ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ നേട്ടങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്ത് അനുഭവത്തിൽ വരികയും ചെയ്യും. കുടുംബത്തിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ നിലനിന്നിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. ഒരുപാട് കാലങ്ങളായി വേർപിരിഞ്ഞ് കഴിഞ്ഞിരുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസത്തോടു കൂടിയൊക്കെ വിട്ടുമാറി നിന്നിരുന്ന സ്വന്തം ബന്ധങ്ങളൊക്കെ ഒന്നിച്ചു ചേരുവാനുള്ള ഒരു അവസരം ഉണ്ടാവുക, ആ പിണങ്ങിയിരുന്ന, അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന സ്വന്തം ബന്ധങ്ങളുമായിട്ടൊക്കെയുള്ള ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, അവരുമായിട്ട് കൂടിച്ചേരുക, അവരുമായിട്ട് നല്ല നല്ല നിമിഷങ്ങൾ പങ്കിടുക, അതിനുള്ളൊരവസരവും ഭാഗ്യവുമൊക്കെ ശനി നിങ്ങൾക്ക് നൽകുന്നതുമാണ്. പൊതുവെ മകരം രാശിക്കാരെ സംബന്ധിച്ച് മനസ്സിനെ വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ വിട്ടുമാറും. മനസ്സിനൊരു സമാധാനം, സുഖം, സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവുമാണ്. നിങ്ങളുടെ വാക്കിനെ തന്നെ മറ്റുള്ളവർ നല്ല വിലയോടും മതിപ്പോടും കൂടി കാണുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങളാണ് മകരം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്ത് അനുഭവത്തിൽ വരുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. പ്രധാനമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു മുന്നേറ്റ സമയമെന്ന് പറയാം. ഈ ഒരു കുറഞ്ഞ ഒരു കാലയളവ് കൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ തീർച്ചയായിട്ടും മകരം രാശിക്കാർക്ക് ലഭിക്കും. ഒരു മുന്നേറ്റ കാലഘട്ടം, ഒരു മുന്നേറ്റ സമയം തന്നെയാണ്. അതുപോലെ സഹോദരങ്ങളിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഗുണഫലങ്ങളും നേട്ടങ്ങളും ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ ഫലം ലഭിക്കും. ഒരു 10% പരിശ്രമിച്ചാൽ 100% ഫലം ലഭിക്കും എന്നുള്ളതുപോലെ തന്നെ. പ്രത്യേകിച്ചും ശനിയുടെ സ്വന്തം നക്ഷത്രത്തിൽ ഉത്രട്ടാതിയിൽ തന്നെയുള്ള സഞ്ചാരം കൊണ്ട് മകരം രാശിക്കാർക്ക് വളരെ വലിയ മാറ്റങ്ങൾ വരും. സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ, മുന്നേറ്റങ്ങൾ ലഭിക്കും. ആരോഗ്യകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ വന്നു ചേരും. അതുപോലെ ചെയ്യുന്ന ജോലി, തൊഴിൽ സംബന്ധിച്ചിട്ടുള്ള മാറ്റങ്ങൾ, ദാമ്പത്യ കുടുംബജീവിതത്തിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുമൊക്കെ നിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും. നിങ്ങളുടെ വാക്കിനെ തന്നെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ച വ്യക്തികൾ, അല്ലെങ്കിൽ നിങ്ങൾ നല്ലത് പറഞ്ഞാൽ പോലും നല്ല രീതിയിൽ അത് ചെവിക്കൊള്ളാത്ത വ്യക്തികൾ, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ വാക്കിന് വില ലഭിക്കുന്ന സമയം. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ സമയത്ത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തിൽ അത്രമേൽ നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് മകരം രാശിയിൽപ്പെട്ട ഓരോ സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരുന്നത്. മകരം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകൾക്ക് ആ കുടുംബത്തിലൊരു സമാധാനമൊക്കെ വന്നു ചേരുക, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കുടുംബത്തിൽ പല നല്ല മാറ്റങ്ങളും ലഭിക്കുക, അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കും. മകരം രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചും സമയം അനുകൂലമാണ്. ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം, ഉത്തമമാണ്. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ഗുണാനുഭവങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.